ഹായ് ഗൈസ്, എല്ലാവർക്കും ഡ്രാമ ടേയിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഹീജുവും സയോനും ഹാപ്പി ആയി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. എങ്ങനെയാണോ ഹീജുവിന് സയോന്റെ കൂടെ നോർമൽ കപ്പിൾസിനെ പോലെ ജീവിക്കാൻ ആഗ്രഹമുള്ളത്, അതൊക്കെ സ്വപ്നം കാണുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. ഹീജു കാറിൽ മയങ്ങി കിടക്കുകയാണ്. സയോൻ ദോജയെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ല. അത് കണ്ട് ഹീജുവിനെ വിളിക്കുമ്പോൾ അവളെയും കിട്ടുന്നില്ല. ഇനി ദോജെ പറഞ്ഞ സ്ഥലത്തേക്ക് കിഡ്നാപ്പർ വരികയാണ്. കിഡ്നാപ്പറുടെ ഫോണിലേക്ക് ദോജയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. മയങ്ങിക്കിടക്കുന്ന ഹീജുവിന്റെ ഫോട്ടോയും അയച്ചുകൊണ്ട് ഇവിടേക്ക് സയോനും വരുന്നുണ്ട്. ഇനി എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നായിരുന്നു മെസ്സേജ്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞു നിൽക്കുമ്പോഴാണ് ദോജെ കയ്യിൽ ഒരു വടിയൊക്കെ പിടിച്ചു വരുന്നത്. നിങ്ങളാണോ മാസ്റ്റർ എന്നും പറഞ്ഞ് കിഡ്നാപ്പർ തിരിഞ്ഞു നോക്കുമ്പോൾ ദോജെ ആയിരുന്നു അത്. ഇനി കുറച്ച് ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. കിഡ്നാപ്പർ സയോന്റെ ഫോണിലേക്ക് 406 എന്ന നമ്പറിൽ നിന്ന് വിളിച്ചതൊക്കെ ദോജയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമായിരുന്നു. പക്ഷേ ദോജെ പറഞ്ഞത് കൂടാതെ സ്വന്തം ഇഷ്ടത്തിനും കിഡ്നാപ്പർ കുറെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് സയോന്റെ ഓഫീസിലൊക്കെ തീയിട്ടതൊക്കെ. ഹീജുവിന്റെ അച്ഛന്റെ ഹോസ്പിറ്റൽ പറഞ്ഞു കൊടുത്തതൊക്കെ ദോജ തന്നെയായിരുന്നു. കിഡ്നാപ്പർ ദോജയെ കാണുന്നതും ഓ നിങ്ങളാണോ മാസ്റ്റർ, ഹീജു എവിടെ, നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞതാണോ എന്ന് പറയലും ദോജയെ കയ്യിലുള്ള ആ ബാറ്റ് എടുത്ത് നീയാണ് കള്ളം പറഞ്ഞത് എന്നും പറഞ്ഞ് കിഡ്നാപ്പറിന്റെ തലക്കിട്ടൊന്ന് കൊടുക്കുന്നു. ഇനി വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്ന് സയോന്റെ വളർത്തച്ഛൻ കാങ്ങിനെ വിളിച്ച് കിഡ്നാപ്പറുടെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തില്ലായിരുന്നോ? അത് കാങ് ഒരു സ്റ്റിക്കി നോട്ടിലായിരുന്നു എഴുതി വെച്ചിരുന്നത്. ദോജെ നൈസായിട്ട് അവിടേക്ക് പോയി ആ പേജ് എടുത്ത് പെൻസിൽ വെച്ച് സ്ക്രാച്ച് ചെയ്ത് ആ സ്ഥലം മനസ്സിലാക്കി സയോന് മുന്നേ തന്നെ അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് വളർത്തച്ഛന്റെയും ആ കിഡ്നാപ്പറുടെയും സംസാരം കേട്ട് ശരിക്കുമുള്ള പെക്സോവനും തന്റെ ട്വിൻ ബ്രദറിനെ കൊന്നതും കിഡ്നാപ്പർ ആണ് എന്ന് ദോജയ്ക്ക് മനസ്സിലായത്. കിഡ്നാപ്പറെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയായിരുന്നു ഹീജുവിന്റെ പേരും പറഞ്ഞ് കിഡ്നാപ്പറെ അവിടേക്ക് വിളിച്ചു വരുത്തിയത്. അവിടെ വെച്ച് കിഡ്നാപ്പറും ദോജയും നല്ല അടി നടക്കുന്നു. കിഡ്നാപ്പർ ദോജയെ നന്നായി ഇടിക്കുന്നുണ്ട്. വെള്ളത്തിൽ മുക്കി കൊല്ലാനും നോക്കുകയും ചെയ്യുന്നു. സയോന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൊക്കേഷനും ഒറ്റയ്ക്ക് വരണം, പോലീസിനെ വിളിച്ചാൽ പിന്നെ ഹീജു ജീവനോട് ഉണ്ടായിരിക്കില്ല എന്നായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. ഇത് കണ്ട് സയോൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നു. അവിടെ എത്തുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെയാണ് സയോൻ ഓർമ്മ വരുന്നത്. പേടിച്ചു നിൽക്കുന്ന സയോൻ അവിടെ ഒരു ബോട്ടിൽ ബ്ലാക്ക് ബാഗ് കണ്ട് ഓടിപ്പോയി അത് തുറന്നു നോക്കുമ്പോൾ അതിൽ ഹീജു ഇല്ലായിരുന്നു, പകരം ദോജയായിരുന്നു. ഹീജു ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അവൻ ഇവിടെയുണ്ട് എന്നായിരുന്നു. അപ്പോഴാണ് കിഡ്നാപ്പർ ഹീജു ഉണ്ടായിരുന്ന കാർ സ്റ്റാർട്ടാക്കിയത്. സയോൻ ടെൻഷൻ അടിച്ചു വരുന്നത് കണ്ട് എക്സൈറ്റഡ് ആയി കിഡ്നാപ്പർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകുന്നു. അപ്പോഴാണ് ഹീജുവിന് ബോധം വരുന്നത്. ഓ ചേച്ചി എഴുന്നേറ്റോ എന്നും പറഞ്ഞ് കിഡ്നാപ്പർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകുമ്പോൾ വണ്ടി നിർത്താൻ ഹീജു പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാത്തതിനാൽ അവന്റെ മുടി പിടിച്ചു വലിക്കുന്നു. വണ്ടി ഓടിക്കാൻ പറ്റാതെ നേരെ പോയി ഒരു കല്ലിലിടിക്കുന്നു. ആ തക്ക നോക്കി ഹീജു പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങി സയോന്റെ അടുത്തേക്ക് പോകുന്നു. പരസ്പരം ഒന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു നിൽക്കുന്ന സമയത്താണ് കിഡ്നാപ്പർ കാർ റിവേഴ്സ് എടുത്തു വരുന്നത്. സയോൻ ഹീജുവിനെയും കൊണ്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറുന്നു. എന്നിട്ട് കാറിൽ നിന്നും ആ കിഡ്നാപ്പറെ പുറത്തിറക്കി നീയാണോ അത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നാണ് കിഡ്നാപ്പർ പറയുന്നത്. ഈ സമയം ഹീജു എമർജൻസി നമ്പറിൽ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. നിനക്ക് ഇതാണ് വേണ്ടത്, നീ എന്ത് വേണമെങ്കിലും എടുത്തോ, എന്റെ പേരും പ്രശസ്തിയും എല്ലാം നീ എടുത്തു എന്നൊക്കെ സയോൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഹീജുവിനെയും എനിക്ക് തരുമോ, ഹീജു എന്റെ വൈഫ് ആവേണ്ടതല്ലേ എന്ന് പറയുന്നത് കേട്ട് സയോൻ അതുവരെ അടക്കി വെച്ച ദേഷ്യമൊക്കെ പുറത്തു വന്ന് ആ കിഡ്നാപ്പറെ ഇടിക്കുന്നു. ഇടി കിട്ടിയ കിഡ്നാപ്പർ തന്റെ കൈയുള്ള കത്തിയെടുത്ത് സയോനെ കുത്താൻ വരുമ്പോൾ ദോജെ വന്ന് അത് തടയുന്നു. സയോന് പകരം ദോജയ്ക്ക് കുത്തേൽക്കുന്നു. ദോജെ അവിടെ വീണു പോകുന്നു. സയോൻ ദോജയുടെ മുറിവിൽ പിടിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് കിഡ്നാപ്പർ ചിരിച്ചുകൊണ്ട് കൊള്ളാം, നല്ല ഹേർട്ട് ടച്ചിങ് ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്ന കിഡ്നാപ്പറെ പിടിക്കാനാണ് ദോജ സയോനോട് പറയുന്നത്. സയോൻ അവരോട് മിണ്ടാതെ നിൽക്കാൻ പറയുന്നു. എന്റെ ഒരേ ഒരു ബ്രദറിനെ കൊന്നത് നീയാണ് എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. നിന്റെ ഫോൺ കോൾസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് ഹീജു എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന്. അന്ന് ക്യാമ്പിന് പോയപ്പോൾ ഹീജുവിനെ തള്ളിയിട്ടത് ഞാനായിരുന്നു. എന്റെ ഒരേ ഒരു ഫാമിലി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അനുഭവിച്ച വേദന നീയും അനുഭവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇതൊക്കെ കേട്ട് ഹീജു അത് സയോനല്ല, ആ കിഡ്നാപ്പർ ആണ് എന്ന് പറയുമ്പോൾ ദോജെ ഇമോഷണലായി സയോൻ ഷർട്ടിൽ പിടിച്ച് നീ ശരിക്കും ആരാണ്, നീ എന്തിനാണ് സയോന്റെ ആയി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ദോജെ സംസാരിക്കുന്നതിനനുസരിച്ച് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ദോജയുടെ സിറ്റുവേഷൻ മോശമായി ദോജയ്ക്ക് ബോധം പോകുന്നു. സയോൻ ഒരുപാട് വിളിക്കുന്നുണ്ടെങ്കിലും അവന് ബോധം വരുന്നില്ല. അവിടെ മഴ പെയ്യുന്നു. റെസ്ക്യൂ ടീം ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്.
തന്റെ കയ്യിലുള്ള ബ്ലഡ് നോക്കിക്കൊണ്ട് മഴയത്ത് നിൽക്കുകയാണ് സയോൺ. ജേർണലിസ്റ്റ് ടൈപ്പ് ദോജിയെ പരിചയപ്പെട്ടത് മുതൽ പ്രസിഡൻഷ്യൽ ഓഫീസിലേക്ക് തന്റെ കൂടെ കൊണ്ടുപോയത് വരെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് സയോൺ. അവന്റെ കയ്യിലുള്ള ബ്ലഡ് തുടച്ചുകൊണ്ട് ഹീജു അവനോട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. ഞാൻ അവനെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. നിന്നെ കിഡ്നാപ്പ് ചെയ്ത സമയത്ത് ലൊക്കേഷനും ഫോണും ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞതൊക്കെ അവനോടായിരുന്നു. നിനക്ക് ബോഡി ഗാർഡിനെ സെറ്റ് ആക്കാനും പറഞ്ഞതും അവനോട് തന്നെയായിരുന്നു. ഇന്നും നിന്നെ തിരിച്ച് വീട്ടിലേക്ക് ആക്കാൻ പറഞ്ഞത് അവനോടായിരുന്നു. അതും ഞാൻ എന്നൊക്കെ പറഞ്ഞ് സയോൻ അവനെ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഹീജു അവനെ സമാധാനിപ്പിക്കുന്നു. ഈ സമയം കിഡ്നാപ്പർ ആണെങ്കിൽ ഇത്രയും കാലം തന്റെ കൂടെ നിന്ന് ദോജയെ സയോന്റെ കൂടെ ആയതിന് ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ്. ഇപ്പോഴാണ് അവന്റെ അമ്മയോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് സംസാരം തുടങ്ങുന്നത്. 3 ദിവസം കൂടി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ചരമവാർഷികമല്ലേ. 1 വർഷം മുൻപ് ഇയാൾ മരിച്ചത് ടിവിയിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഇയാളുടെ ഫേസ് ഓർമ്മ വരാൻ തുടങ്ങിയത്. എന്നെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കിയത് ഇദ്ദേഹമാണെന്ന് എനിക്ക് ഓർമ്മ വന്നത് അപ്പോഴാണ്. അപ്പോൾ ശരിക്കും എനിക്ക് സങ്കടമാണ് വന്നത്. അയാൾ അങ്ങനെ മരിക്കേണ്ടതല്ലായിരുന്നു. എന്റെ ഈ കൈകൊണ്ട് തന്നെ ഞാൻ കൊല്ലണമായിരുന്നു. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് അമ്മ നീ മരിച്ചുപോയി എന്നാണ് എന്നോട് പറഞ്ഞത്. നീ ജീവനോടെയുണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇനിയും നിന്നെ നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അവരുടെ മാനേജർ കുറച്ച് ആളുകളെയും കൂട്ടി അവിടേക്ക് വരുന്നത്. സയോന്റെ അച്ഛനാണ് അവരെയൊക്കെ പറഞ്ഞയച്ചിരുന്നത്. അവർ വരുന്നതും കിഡ്നാപ്പറിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ അമ്മ കിഡ്നാപ്പറെ മാറ്റിയതിനാൽ അമ്മയാണ് നിലത്ത് വീഴുന്നത്. പക്ഷെ കിഡ്നാപ്പർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. സയോന്റെ അച്ഛൻ റൂമിലേക്ക് വരുമ്പോൾ തന്നെ അമ്മ അവനെ കണ്ടുപിടിച്ചോ, അവൻ നമ്മുടെ മകനല്ലേ, നീ എന്താ അവനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ കാരണം നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു മോൺസ്റ്റർ ആണ് അവൻ എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ് അവിടുന്ന് പോകാൻ നിൽക്കുന്ന അച്ഛനോട് സയോന്റെ അമ്മ അവൻ നിന്നെ പോലെ തന്നെയാണ്, പക്ഷെ നീ ആയിക്കോട്ടെ, നീ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ മകനായിക്കോട്ടെ, രണ്ടുപേരും നിന്റെ അച്ഛനെ പോലെയല്ല, എന്നാൽ നിന്റെ അച്ഛനെ പോലുള്ള വേറൊരാളുണ്ട് എന്ന് പറയുന്നത് കേട്ട് അച്ഛൻ കൺഫ്യൂസ് ആയി നോക്കുന്നു. പുറത്തു വന്ന അച്ഛൻ അവരുടെ ഫാമിലി ഫോട്ടോ നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. നിന്റെ അച്ഛൻ മരിച്ചുപോയി. അവര് എവിടുന്നോ കൊണ്ടുവന്ന ചിക്കൻ നിന്നേക്കാൾ കൂടുതലായിട്ട് വളരുന്നുമുണ്ട്. സ്വന്തം ജീവനേക്കാൾ നിങ്ങളുടെ ഫാമിലി വില കൽപ്പിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തിനാണ്. ആ സ്ഥാനവും വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ കൊണ്ടൊക്കെ എന്തിനാ പറ്റുക എന്നായിരുന്നു അമ്മ പറഞ്ഞിരുന്നത്. ഇതോർത്ത് ദേഷ്യം വരുന്ന അച്ഛൻ തന്റെ കയ്യിലെ ഗ്ലാസ് എടുത്ത് ആ ഫോട്ടോയ്ക്ക് നേരെ എറിയുന്നു. ഈ സമയം ദോജയുടെയും കിഡ്നാപ്പറുടെയും സ്ഥലമൊക്കെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. ഈ ന്യൂസ് അറിഞ്ഞ് സയോന്റെ കൊളീഗ്സ് ഒക്കെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ അവന്റെ പേരൻസ് ആ കിഡ്നാപ്പർ എങ്ങാൻ തങ്ങളുടെ മകനാണെന്ന് പുറത്തറിഞ്ഞാൽ ഉള്ള സിറ്റുവേഷൻ ആലോചിച്ച് പേടിച്ചിരിക്കുകയാണ്. ദോജെ മരിച്ചിട്ടൊന്നുമില്ല, അവൻ ഹോസ്പിറ്റലിലാണ്. സയോന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത പോലെ കിഡ്നാപ്പറിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും ദോജെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അത് ഹാക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷേ ദോജയുടെ സഹകരണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാം. പക്ഷെ ദോജ ആണെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അതുമല്ല, ഹോസ്പിറ്റലിൽ വന്നതിനു ശേഷം ദോജയെ സൂയിസൈഡ് ചെയ്യാനും ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് അവനെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പോലീസ് പറയുന്നത്. സയോൻ അവനെ കാണാൻ വരുമ്പോൾ അവന്റെ ഒരു കയ്യിൽ വിലങ്ങ് വെച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ പാടുമുണ്ട്. കുറ്റവാളിയെ തന്നെയാണല്ലോ താൻ ഇത്രയും കാലം ഹെൽപ്പ് ചെയ്തത് എന്ന് ഓർത്തുകൊണ്ടുള്ള നാണക്കേട് കൊണ്ടായിരിക്കുമല്ലേ നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. തെറ്റിദ്ധാരണ കൊണ്ട് നീ എന്നെ ഉപദ്രവിക്കാൻ വന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ നീ ഹീജുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അത് കൊലപാതക കുറ്റമാണ്, അത് നിനക്ക് അറിയുമോ എന്നൊക്കെ സയോൻ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ദോജെ നിനക്ക് എന്നെ കുറ്റപ്പെടുത്താൻ ഒരവകാശവുമില്ല. പെക്സയോനായിട്ട് നീ സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സയോൻ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചെയ്ത തെറ്റിന് കണക്ക് പറഞ്ഞിരിക്കും. അതിന് നിന്റെ ഹെൽപ്പ് വേണം അവനെ കണ്ടുപിടിക്കാൻ. ഇത് കേട്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് ദോജെ നിന്റെ ഫാമിലിയുടെ രഹസ്യം പുറത്തു കൊണ്ടുവന്ന് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പൊസിഷൻ വേണ്ടെന്ന് വെക്കും എന്നാണോ നീ പറയുന്നത്? അത് ഞാൻ വിശ്വസിക്കും എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ദോജെ ചോദിക്കുന്നത്. പിന്നെന്തിനാ നീ എന്നെ രക്ഷിച്ചേ? ഇത്ര കാലമായിട്ടും നീ വെറുക്കുന്ന ആൾ ഞാനായിരിക്കില്ല എന്ന് നിനക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ എന്നൊക്കെ സയോൻ ചോദിക്കുന്നു. ദോജെ ഒന്നും പറയില്ല എന്ന് തോന്നിയത് കൊണ്ട് സയോൻ അവിടുന്ന് പോകാൻ നിൽക്കുന്നു. നീ ഒരിക്കൽ പോലും എന്നെ സംശയിച്ചിരുന്നില്ലേ? എന്റെ ചിന്തകളൊക്കെ നിനക്ക് വേഗം മനസ്സിലാകുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് ദോജെ ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ വിശ്വസിച്ചു. വേറെ ആരെയും ഞാൻ ഇങ്ങനെ വിശ്വസിക്കാറില്ല, പക്ഷെ നിന്നെ ഞാൻ വിശ്വസിച്ചു എന്നാണ് സയോൻ മറുപടി പറയുന്നത്. ഇത് കേട്ട് ദോജെ കുറ്റബോധം കൊണ്ട് താഴേക്ക് നോക്കി നിൽക്കുന്നു. സയോൻ അവന്റെ അടുത്തേക്ക് വന്ന് ഒരുപാട് ലേറ്റ് ആയി എന്നറിയാം, എന്നാലും ഇപ്പോൾ നിനക്ക് എന്നെ വിശ്വസിക്കാമോ എന്ന് ചോദിക്കുന്നു. ചെറുപ്പത്തിൽ ആ കുട്ടികളെ കുഴിച്ചിട്ട സ്ഥലത്തൊക്കെ പോലീസ് വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു.
യഥാർത്ഥ പെക്സോയൻ കിഡ്നാപ്പർ ആണ് എന്നും ഈ പ്രശ്നങ്ങളൊക്കെ നടത്തിയത് അവനാണ് എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ സാങ്ങു യൂറിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് യൂറി ആ കിഡ്നാപ്പറെ ഒരുപാട് ചീത്ത വിളിക്കുന്നു. ഇപ്പൊ എനിക്ക് ഇത്രയേ പറയാൻ പറ്റൂ, ബാക്കിയുള്ളതൊക്കെ നീ തന്നെ സയോനോട് ചോദിച്ചോ എന്നാണ് സാങ്ങു പറയുമ്പോൾ ഇനിയുമുണ്ടോ എന്ന് യൂറി ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് യൂറി, പാവം എന്റെ സയോൻ എല്ലാം ഒറ്റയ്ക്ക് സഹിച്ചില്ലേ, ഷെയർ ചെയ്യാൻ പോലും ആരുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നത് കേട്ട് സാങ്കുവിന് ചിരിയാണ് വരുന്നത്. എന്നിട്ട് യൂറി പെട്ടെന്ന് സാങ്കുവിന്റെ കൈ പിടിച്ച്, നീ സയോന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സയോൻ സാധാരണ പേഴ്സണൽ കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യാറില്ല, പക്ഷെ നിന്നോട് ചെയ്തു, അതിനർത്ഥം അതൊരു ഗ്രീൻ ലൈറ്റ് ആണ് എന്ന് യൂറി പറയുന്നത് കേട്ട്, ഗ്രീൻ ലൈറ്റോ, നമ്മുടെ കാര്യത്തിലാണോ എന്ന് സാങ്വു ചോദിക്കുന്നു. സാങ്വു ഉദ്ദേശിച്ചത് മനസ്സിലാവാത്ത യൂറി ഫോൺ കാണിച്ചു കൊടുത്തുകൊണ്ട്, നീ ഇപ്പൊ തന്നെ സയോനെ വിളിക്കി, എന്നിട്ട് ഫുഡ് കഴിച്ചു ചോദിക്കി, കഴിച്ചില്ലെങ്കിൽ അവനെയും കൂട്ടി കഴിക്കാൻ പോ, നിങ്ങൾ ഫ്രണ്ട്സ് ആവ് എന്ന് പറയുന്നു. ഇത് കേട്ട് സാങ്വു, ഫ്രണ്ട്സോ ഞങ്ങളോ എന്നും പറഞ്ഞു നിൽക്കുമ്പോഴാണ് സാങ്വുവിന്റെ ഫോണിലേക്ക് കറക്റ്റ് ടൈമിൽ സയൻ വിളിക്കുന്നത്. ഇത് കണ്ട് യൂറിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ആ കാണാത്ത കുട്ടികളുടെ അസ്ഥികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയാനായിരുന്നു സയൻ വിളിച്ചത്. സാങ്വു ആകെ ഡൗൺ ആയിരിക്കുന്നത് കണ്ട് അവനെ ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കാതെ യൂറിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവിടെ നിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനാണ് സാങ്വുവിനെ വിളിച്ചത്. അവിടെ നിന്ന് ഓരോ സാധനത്തെ കുറിച്ചും പറയുമ്പോൾ സാങ്വു ഒരുപാട് ഇമോഷണലായി അവന് സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. സാങ്വു ഫോട്ടോ ഒക്കെ നോക്കി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് കോഫിയൊക്കെ വാങ്ങി വരികയാണ് യൂറി. എന്റെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഓർത്തു വെച്ചതിന് ഒരുപാട് താങ്ക് യു. ഞാൻ ഇതുവരെ കണ്ട ആളുകളിൽ വെച്ച് ഏറ്റവും ചീർഫുൾ ആയ ആൾ നീയാണ്. എനിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടായാലും അതൊക്കെ എനിക്ക് മറികടക്കാൻ പറ്റാറുണ്ട്. അതിനൊക്കെ കാരണം നീയാണ് എന്ന് പറഞ്ഞ് സാങ്വു വീണ്ടും അവളോട് താങ്ക് യു പറയുന്നു. ഇതൊക്കെ സാങ്വു പറയുന്നത് കേട്ട് യൂറി ഒരുപാട് ഹാപ്പി ആവുന്നു. ഇനയും ഹീജുവും ഈ നടന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ കണക്ട് ആവുന്നത്. ചെറുപ്പത്തിൽ നമ്മളെ അനിയൻ കരയുന്നത് കേട്ട് ഞാൻ അവിടേക്ക് പോയപ്പോൾ ഒരു കുട്ടി അവിടെ നിന്ന് ഓടിപ്പോയി. ഞാൻ അവന്റെ ഫേസ് കണ്ടില്ല, അത് സയോനാണ് എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ കുട്ടിയേക്കാൾ വലുതായിരുന്നു നമ്മൾ കണ്ട സയോൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന്. ഇത് കേട്ട് ഹീജു, ചേച്ചി ചിലപ്പോൾ ശരിക്കുമുള്ള സയോനെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്ന് പറയുന്നു. അതിനുശേഷമാണ് നമുക്ക് ആക്സിഡന്റ് സംഭവിച്ചത്. ശരിക്കുള്ള സയോനെ കാണാതാവുകയും ചെയ്തു. അവരുടെ ഫാമിലി മറച്ചു വെച്ച സയോന്റെ മുഖം നമ്മുടെ അനിയന് കണ്ടത് കൊണ്ടാണോ അവർ ആ ആക്സിഡന്റ് നടത്തിയത് എന്നിനെ പറയുന്നത് കേട്ട് ഹീജു കൺഫ്യൂഷൻ ആയിരിക്കുന്നു. അപ്പോഴാണ് അവിടെ ഒരു കോളിംഗ് ബെൽ കേൾക്കുന്നത്. വന്നത് ഹീജുവിന്റെ അമ്മയായിരുന്നു. കയറി വന്നപ്പോൾ തന്നെ ഇനയെ അവിടെ കണ്ട് അവളെ കുറ്റം പറയാൻ തുടങ്ങുന്നത് കണ്ട് അവൾ അവിടുന്ന് പോകാൻ പോകുന്നു. അത് കഴിഞ്ഞ് നേരെ ഹീജുവിന്റെ അടുത്തേക്കാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത്? ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടന്നാൽ ഇലക്ഷന്റെ കാര്യമൊക്കെ എന്താകും? നിനക്ക് പ്രസിഡന്റിന്റെ മരുമകളാകാൻ പറ്റിയില്ലെങ്കിലോ? ഇതൊക്കെ ആദ്യമേ അറിയുകയാണെങ്കിൽ ആ കൺസ്ട്രക്ഷൻ ഫാമിലിയുടെ മകൻ തന്നെ നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കാമായിരുന്നു. എന്നിട്ട് ഇനയുടെ നേരെ തിരിഞ്ഞ്, ഇതിനൊക്കെ കാരണം ഇവളാണ്, ഇവളെ കല്യാണത്തിൽ നിന്ന് പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ അമ്മ പറയുന്നത് കേട്ട് ഹീജു, ഞാനും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അവൾ സംസാരിക്കുന്നത് കണ്ട് അമ്മ ഷോക്കായി നിൽക്കുന്നു. ഞാൻ അമ്മയെ ഒരുപാട് സ്നേഹിച്ചതിൽ ഞാൻ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. അമ്മ പറഞ്ഞതൊക്കെ കേൾക്കുന്നതാണ് സ്നേഹം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അമ്മ പറയുന്നതൊക്കെ കേട്ടാൽ എന്തെങ്കിലും ഒരിക്കൽ അമ്മ എന്നെ തിരിച്ചും സ്നേഹിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴും സ്നേഹം കിട്ടാൻ തുടങ്ങിയപ്പോഴുമാണ് എനിക്ക് മനസ്സിലായത്, അമ്മ ചെയ്യുന്നത് പോലെ ഒരാളെ ഫോഴ്സ് ചെയ്യുന്നതോ ഒരാളെ കൊണ്ട് സാക്രിഫൈസ് ചെയ്യിക്കുന്നതോ അല്ല സ്നേഹം. ഇനി ഞാൻ ഒരിക്കലും അമ്മ പറയുന്നത് കേൾക്കില്ല. കൂടാതെ ഞാൻ പ്രസിഡന്റിന്റെ മരുമകൾ ആകാനും പോകുന്നില്ല എന്ന് ഹീജു പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന അമ്മ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് നോക്കി, ഇതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി കൂടിയല്ലേ ചെയ്തത് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇനി ഹീജുവിന് കുടിക്കാൻ വെള്ളം കൊടുത്തിട്ട്, ഇപ്പൊ ആ DNA റിപ്പോർട്ട് ആരാ തന്നത് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. അതാരാ എന്ന് ഹീജു ചോദിക്കുന്നു. സയോൻ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ കണ്ട് അവൻ ഷോക്കാവുന്നു. കാരണം അവിടെയൊക്കെ ഹീജു കാൻഡിൽസ് കത്തിച്ചു വെച്ചിരുന്നു. അവളെ കാണാതെ വിളിക്കുമ്പോൾ അവൾ അന്ന് സയോൻ വാങ്ങിച്ചു കൊടുത്ത് ഗൗൺ ഇട്ടുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് സയോനെ സോഫയിലേക്ക് ഇരുത്തി അവനൊരു പേപ്പർ കൊടുക്കുന്നു. നീ ഇത് മുഴുവനും വായിച്ചു നോക്കുക ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരാം. 1, വരൻ ഡിവേഴ്സ് ആവശ്യപ്പെടരുത്. 2, ഡിവേഴ്സേ കിട്ടാൻ പോകുന്നില്ല. 3, നമ്മുടെ വിവാഹത്തിന്റെ കാര്യം എല്ലാവരോടും പറയണം. ഇതിൽ ഏതെങ്കിലും തെറ്റിച്ചാൽ 2 ബില്യൺ ആയിരിക്കും നഷ്ടപരിഹാരം. ഇവരുടെ മാരേജ് സമയത്ത് സയോൻ എന്തൊക്കെയാണ് പറഞ്ഞത് അതുപോലെയാണ് ഹീജു ഇപ്പോൾ പറയുന്നത്. സയോൻ ആണെങ്കിൽ എല്ലാം കേട്ട് കിളിപ്പോയിരിക്കുകയാണ്. നിനക്ക് എന്നെ ഒരുപാട് മുന്നേ ഇഷ്ടമായിരുന്നു എന്ന് നീ പറഞ്ഞില്ലായിരുന്നോ? അതെനിക്ക് ഇപ്പൊ മനസ്സിലായി. അത് എപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും 3 വർഷം മുന്നേ ആണെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് അവൾ അവളുടെ ഫോൺ സയോന് കാണിക്കുന്നു. അത് ഒരു മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ആയിരുന്നു.
കല്യാണ തലേന്ന് നമുക്ക് മാരേജ് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല, പകരം ബ്രൈഡിനെ മാറ്റാം, ബ്രൈഡ് നീ ആയിരിക്കില്ല, പകരം ഹീജു ആയിരിക്കും എന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നല്ലോ, ആ സ്ക്രീൻഷോട്ട് ആണത്. അപ്പോൾ ഞാൻ ഒരു സ്റ്റാൻഡിനല്ലായിരുന്നു അല്ലേ, തുടക്കം മുതലേ ഞാൻ നിന്റെ വൈഫായിരുന്നല്ലേ എന്ന് ഹീജു പറയുന്നത് കേട്ട് സയോന്റെ കണ്ണൊക്കെ നിറയുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ നീ എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ഹീജു ചോദിക്കുമ്പോൾ ഇല്ല എന്ന് സയോൻ പറയുന്നു. എന്നിട്ട് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യും എന്ന് സയോൻ പറയുന്നു. എന്നിട്ട് അവരൊരു ഡീപ്പ് കിസ് ചെയ്യുന്നു. അടുത്ത ദിവസം പോലീസ് ഓഫീസർ ദോജയുടെ അടുത്തേക്ക് വരുന്നു. കാണാതായതിൽ 3 കുട്ടികളെ ഐഡന്റിഫൈ ചെയ്തു. 4ാമത്തെ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യാനാണ് ഇപ്പോൾ ദോജയുടെ അടുത്തേക്ക് വന്നത്. അതിൽ ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ ഒരു ഷൂവിന്റെ ഫോട്ടോ കണ്ട് ചെറുപ്പത്തിൽ തന്റെ ബ്രദറിനെ തിരഞ്ഞ് ആ മാൻഷന്റെ അടുത്തേക്ക് പോയതും പുറത്തു വരാൻ പറഞ്ഞ് ഉറക്കെ കരഞ്ഞതും ഒക്കെ ഓർത്തുകൊണ്ട് ദോജയെ കരയുന്നു. എല്ലാവരോടും പ്രതികാരം ചെയ്തതിനു ശേഷം ഈ ലോകത്ത് നിന്നും പോകാനായിരുന്നു ഞാൻ തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ ഇപ്പോഴെന്താ ആ തീരുമാനം മാറ്റിയോ എന്ന് ദോജ ചോദിക്കുന്നു. പ്രതികാരമൊക്കെ തീർത്തതിനു ശേഷം ഞാൻ ആരുടെ കൂടെയാണ് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത് അവരുടെ കൂടെ ഞാൻ ജീവിക്കും എന്ന് സയോൻ പറയുന്നു. ദോജയുടെ കൈ നോക്കിക്കൊണ്ട് നീ ഇനിയും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുമോ? നിന്റെ ബ്രദർ മരിച്ചുപോയി, പക്ഷെ നിനക്ക് ഇനിയും ജീവൻ ബാക്കിയുണ്ട്. ഇതിനൊക്കെ കാരണം അവനാണ്. ഇതൊക്കെ തീരുന്നതിന് മുമ്പേ ഇനി ആരുടെയൊക്കെ ജീവൻ പോകുമെന്ന് ആർക്കറിയാം എന്ന് സയോൻ പറയുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തീർന്നില്ലല്ലോ, അതിന് ആദ്യം നമുക്ക് അവനെ പിടിക്കണം, അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചോളാം എന്ന് ദോജെ പറയുന്നു. ശരിക്കുള്ള പെക്സോയൻ നീയല്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ആശ്വാസമായി എന്ന് ദോജെ കരഞ്ഞുകൊണ്ട് പറയുന്നു. ദോജയെ സഹായിച്ചതുകൊണ്ട് അവർ ആ കിഡ്നാപ്പറുടെ ലൊക്കേഷനൊക്കെ കിട്ടുന്നുണ്ട്. ഇരയും ഹീജുവും അവരുടെ അച്ഛനെ കണ്ട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിച്ചോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ കണ്ടുപിടിച്ചു എന്ന് ഹീജു പറയുന്നു. അതാരാണ് എന്ന് അച്ഛൻ ചോദിക്കുന്നു. ഹീജു സംസാരിക്കുന്നത് കണ്ട് അച്ഛൻ അത്ഭുതപ്പെടാത്തത് കണ്ട് ഇന അച്ഛനോട് അച്ഛനെ ഹീജുവിൻ സംസാരിക്കുന്നത് അറിയാമായിരുന്നല്ലേ? എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ അച്ഛൻ അറിയാതെ ഒരു കാര്യവും നടക്കില്ലല്ലോ എന്ന് ഇന പറയുന്നു. ആദ്യം കുറ്റവാളി ആരാണെന്ന് പറ എന്നാണ് അച്ഛൻ പറയുന്നത്. അതിന് മറുപടി പറയാതെ അവർ ചോദിക്കുന്നത് അന്ന് നമുക്ക് നടന്ന ആക്സിഡന്റ് സയോന്റെ ഫാമിലി ചെയ്തതാണോ എന്നാണ്. അന്നൊരു ദിവസം അവരുടെ അച്ഛൻ ആരുടെയും മുന്നിൽ തോക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് സയോന്റെ മുത്തച്ഛന്റെ മുന്നിലായിരുന്നു. അയാളെ കൊല്ലാനായിരുന്നു ഹീജുവിന്റെ അച്ഛന്റെ പ്ലാൻ. എന്നാൽ സയോന്റെ മുത്തച്ഛൻ എന്റെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിന് വേണ്ടി നീ കോടികളാണ് ചെലവഴിച്ചിരിക്കുന്നത്. നിനക്ക് ഓൾറെഡി നിന്റെ മകനെ നഷ്ടമായി. എന്നെ കൊന്നാൽ നിനക്ക് നിന്റെ പണവും നഷ്ടമാകും. ഇതിൽ നിന്ന് നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി ഒരു കാര്യവുമില്ല. നിന്റെ മകനും എന്റെ പേരക്കുട്ടിയും മരിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്നൊക്കെ സയോന്റെ മുത്തച്ഛൻ ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് പറഞ്ഞത്. അതിന് പ്രായശ്ചിത്തമായിട്ടായിരിക്കാം ഇനയുടെ ഫാമിലി എന്താവശ്യപ്പെട്ടാലും സയോന്റെ ഫാമിലി നടത്തി കൊടുക്കണം എന്ന കരാർ വെച്ചത്. ഇതൊക്കെ ഇനയുടെ അച്ഛൻ ഓർക്കുന്നു. സയോന്റെ മുത്തച്ഛന്റെ ചരമവാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഇനയും ഹീജുവും അവരുടെ അച്ഛനും വരുന്നുണ്ട്. അവരുടെ അച്ഛൻ തോക്കെടുത്ത് വരുന്നത് കണ്ട് ഹീജു സയോന് മെസ്സേജ് അയക്കുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം, എനിക്കെന്തോ ബാഡ് ഫീൽ ചെയ്യുന്നു എന്ന്. ഇനയുടെ അച്ഛൻ അവിടേക്ക് വരുന്നതും സയോന്റെ മുത്തച്ഛന്റെ ഫോട്ടോയ്ക്ക് വെടിവെക്കുന്നു. ഇത് കണ്ട് സയോന്റെ അച്ഛൻ നീ എന്ത് ചെയ്യുന്നേ എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. നിന്റെ ഫാമിലിയുടെ വീക്ക്നെസ് എന്നിലേക്കോ നിന്നിലേക്കോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് അറുത്തു മുറിച്ചു കളയും എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് സയോന്റെ അച്ഛന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ എവിടെയാണുള്ളത്, അവനെ എനിക്ക് തരുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്നു. എല്ലാവരും അത് കണ്ട് പേടിച്ചു പോകുന്നു, സയോന്റെ അമ്മ ഒഴുക്കി. കാരണം അവിടേക്ക് വന്നപ്പോൾ ശരിക്കുള്ള സയോനെ അവിടെ വെച്ച് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കിഡ്നാപ്പറിന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സയോന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അത് ഹീജു ഒക്കെയുള്ള ആ സ്ഥലം തന്നെയാണെന്ന് അറിഞ്ഞ് സയോൻ അവിടേക്ക് ഓടി വരുന്നു. എല്ലാവരും പുറത്തേക്ക് ഓടുന്നുണ്ട്. ഹീജുവിനെ കാണാനില്ല, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഇന പറയുന്നത് കേട്ട് നീ പൊക്കോ, ഞാൻ നോക്കിക്കോളാം എന്നാണ് സയോൻ പറയുന്നത്. അവിടെ മുഴുവൻ അവൻ നോക്കുന്നുണ്ടെങ്കിലും ഹീജുവിനെ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അവന്റെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നു. നിന്റെ വൈഫിനെ ഞാൻ കൊല്ലും എന്നാണ് കിഡ്നാപ്പർ പറയുന്നത്. ഹീജുവിന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടാണ് കിഡ്നാപ്പർ സംസാരിക്കുന്നത്. നിനക്ക് വേണ്ടത് എന്നെയല്ലേ, അവളെ എന്തിനാ ഇതിലേക്ക് വലിച്ചെടുക്കുന്നേ? അവളെ വെറുതെ വിട് എന്ന് സയോൻ പറയുന്നു. നിന്റെ സമയമാവുന്നത് വരെ നീ വെയിറ്റ് ചെയ്യേ. നിന്നെ പോലെ ഒരു പെർഫെക്റ്റ് പേരക്കുട്ടിയെ ആയിരുന്നില്ല അവർക്ക് വേണ്ടത്. അത് നടക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിനക്ക് വരുന്ന കഷ്ടകാലം കണ്ട് അയാൾ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരും എന്നും പറഞ്ഞ് ഹീജുവിന്റെ കഴുത്തിൽ ഒന്നുകൂടി കത്തി അമർത്തിയിട്ട് ഇത് അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ശരിക്കുള്ള വേദന നീ സഫർ ചെയ്യണം. കാരണം എന്താണെന്ന് അറിയാമോ? എന്നെ അയാൾ കൊല്ലുമ്പോൾ രക്ഷിക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നീ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതേപോലെ നീ വേദനിച്ച് മരിക്കുന്നത് ഞാനും കണ്ടുകൊണ്ടിരിക്കും എന്ന് പറയുന്നു. ഹീജുവിന്റെ ലൊക്കേഷൻ അവന്റെ ഫോണിൽ ഉള്ളത് കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറി
നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഇപ്പോൾ തന്നെ വരാം എന്ന് പറയുമ്പോൾ നീ വരണ്ട എന്ന് ഹീജു പറയുന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിന്നെ സഹായിക്കണമെന്ന്? നീ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നും പറഞ്ഞ് അവൾ കാറിന്റെ ആക്സിലേറ്റർ കൂട്ടുന്നു. നീ എന്താണ് ചെയ്യുന്നേ എന്നും ചോദിച്ച് കിഡ്നാപ്പർ അവളെ ചീത്ത പറയുന്നു. ഒരു കാര്യം തുടങ്ങി വെച്ചാൽ അത് അവസാനിക്കണമെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞതോ? ഇത് ഞാനല്ല തുടങ്ങി വെച്ചത്, ഞാൻ തന്നെ അവസാനിപ്പിക്കും. നീ ഇനി സയോനെ ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുവരുത്തണം എന്നും പറഞ്ഞ് ഹീജു കാർ കൊണ്ടിടിക്കുന്നു. ആ സൗണ്ട് ഒക്കെ കേട്ട് അവളുടെ പേരും വിളിച്ച് സയോൻ ഉറക്കെ കരയുന്നു. ഇപ്പോ ആ ക്രൈം സീനിലേക്ക് പോലീസും മറ്റ് രക്ഷാപ്രവർത്തകരും ഒക്കെ വന്നിട്ടുണ്ട്. കാർ നേരെ വന്ന് ചെന്ന് വീണത് പുഴയിലേക്കായിരുന്നു. അതുകൊണ്ട് അവർ അവിടെയെല്ലാം അരിച്ചു പേർക്കുകയാണ്. ഹൊക്ചിൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. 20 അടി താഴ്ചയിൽ നിന്നാണ് കാർ കണ്ടുകെട്ടിയിരിക്കുന്നത്. എന്നാൽ കിഡ്നാപ്പറെയോ ഹീജുവിനെയോ ഇതുവരെ കണ്ടുകെട്ടിയിട്ടില്ല. കിഡ്നാപ്പറുടെ മാസ്ക് ഇല്ലാത്ത മുഖവും ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സയോൻ ഇപ്പോൾ നേരെ പ്രസ് കോൺഫറൻസിന് വേണ്ടി വരികയാണ്. അവനെ കാണുമ്പോൾ തന്നെ റിപ്പോർട്ടേഴ്സ് എല്ലാം ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ട് ഹൊക്ചിൻ അവിടെയുള്ളവരോടൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇതൊരു ക്രിമിനൽ കേസാണ് എന്ന് പറയുന്നു. അത് കേട്ട് അവരെല്ലാം നിർത്തുന്നു. ഇപ്പോൾ സയോൻ പറയാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ കുറെ കാലമായി നിങ്ങൾ എല്ലാവരിൽ നിന്നും ഒരു കാര്യം ഒളിച്ചു വെച്ചിട്ടുണ്ട്. പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയ പെക്കിയോങ്ങിന്റെ മകനല്ല ഞാൻ. ചെയർമാൻ പെക്കിന്റെ കൊച്ചുമകനുമല്ല ഞാൻ. ഈ പെക്സോയൻ എന്ന പേര് പോലും എന്റേതല്ല. എന്നെ കുറിച്ച് എനിക്ക് ആകെ പറയാനുള്ളത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, എനിക്കൊരു വൈഫുണ്ട് എന്നതുമാണ്. 2 ദിവസം മുൻപാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്ന ആൾ എന്റെ വൈഫിനെ കിഡ്നാപ്പ് ചെയ്തത്. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ എന്റെ വൈഫിനെ കണ്ടു കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സ്പോക്സ് പേഴ്സൺ പെക്സോവൻ ആയിട്ടല്ല, പകരം ഒരു ഹസ്ബൻഡ് ആയിട്ടാണ്. അവളെ കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് നിങ്ങളുടെ സഹായവും സഹകരണവും വേണം എന്ന് പറഞ്ഞ് സയോൻ ഹീജുവിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. എന്റെ വൈഫിന്റെ പേര് ഹൊങ് ഹീജു എന്നാണ് എന്നും പറഞ്ഞ് ഹീജുവിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് സയോന്റെ ഓഫീസിലെ സ്റ്റാഫുകളും യൂറിയും ഒക്കെ ഷോക്കായി നിൽക്കുന്നു. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിരുന്നു അത്. ഹീജു ഇതിനു മുമ്പ് പറഞ്ഞിരുന്നില്ലേ അവൾക്ക് സാധാരണ കപ്പിൾസിനെ പോലെ ജീവിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ? അതൊക്കെ ഓർത്തുകൊണ്ട് സയോൻ, ഞാൻ ഇതുവരെ അവളെ ഹാപ്പി ആക്കിയിട്ടില്ല, ഇനി ഒരു ചാൻസ് കിട്ടില്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിരുന്നേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നു. വീണ്ടും എല്ലാവരോടും ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് അവൻ അവന്റെ സ്പീച്ച് നിർത്തുന്നു. അവർ കിസ് ചെയ്തിരുന്നില്ലേ, അതിനുശേഷം നടന്ന കാര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ എന്തിനാണ് ജനിച്ചതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. മറ്റൊരാളുടെ ജീവിതം ഇതുപോലെ ജീവിക്കാനാണെങ്കിൽ എന്തിനാണ് ഞാൻ ജനിച്ചതെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇപ്പൊ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടി. ഞാൻ പെക്സോവനായി ജീവിക്കേണ്ടി വന്നത് എന്തിനാണെന്ന്. അത് നിന്നെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു എന്നും പറഞ്ഞ് അവർ ഹഗ് ചെയ്യുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.